ഹലോ ഗായ്സ്, വളരെ ക്വിക്കായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ആദ്യം തന്നെ എണ്ണയിലേക്ക് മസാലകളൊക്കെ ഇട്ട് വഴറ്റാം. അതിലേക്ക് ആവശ്യത്തിന് ഉള്ളി എടുക്കാം. ഇത് റൈസിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ. അതിനുശേഷം അരിയുടെ പാകത്തിന് എത്ര വെള്ളമാണോ വേണ്ടത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും പതുക്കെ നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുക്കറിലാക്കി ഇത് അടച്ച് കുറച്ച് നേരം വേവിക്കാൻ വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഞങ്ങൾ വിസിൽ ഇതിന് വെച്ചിട്ടില്ല കേട്ടോ. വിസില്ലാണ്ട് ഇതിനെ വേവിക്കുക ചെയ്തത്. അതിനുശേഷം പാനിൽ ഫസ്റ്റ് തന്നെ കാഷ്യൂനട്ടും പിന്നെ കുറച്ച് മുന്തിരി അതൊക്കെ വറുത്ത് ആദ്യം വെച്ചു. ഇതോടൊപ്പം തന്നെ കുറച്ച് ഉള്ളിയും വഴറ്റി വെച്ചു. ലാസ്റ്റ് റൈസിൽ ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി. അതോടുകൂടി ഏകദേശം റൈസിൻ്റെ പരിപാടികളെല്ലാം കഴിയും. ഈ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗണിൽ കിട്ടണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ബ്രൗൺ ആക്കി എടുക്കാം. ഇതോടുകൂടി റൈസിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കനിലേക്ക് പോകാം. ചിക്കൻ ഓൾറെഡി മസാല പുരട്ടി മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. എന്നിട്ട് ആ റൈസിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി എണ്ണയിൽ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം റൈസ് ശരിയായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒട്ടും ഒട്ടലില്ലാത്ത പോലെ. ഇനി കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്ച്ചോറാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. നെയ്യും കാഷ്യൂനട്ടും മുന്തിരിയും പിന്നെ വറുത്ത് വെച്ച ഉള്ളിയും ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നേരത്തെ വറുത്ത് വെച്ചിരുന്ന എണ്ണ തന്നെ എടുത്തിട്ട് ഇതിൻ്റെ ഗ്രേവിക്ക് സെറ്റ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അങ്ങനെ അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ടു. ആവശ്യത്തിന് എത്ര ചിക്കനാണോ ഉള്ളത് അതിനാവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ ആഡ് ചെയ്തു. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, നമ്മൾ കളറിന് കുറച്ച് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എരിക്ക് വേണ്ടിയിട്ട്. ഇത് ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മസാല സെറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പുരട്ടിയെടുക്കുക. ഗ്രേവിയും ചിക്കനും എല്ലാം കൂടി നല്ല മിക്സായിട്ട് വരണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കറിയൊക്കെ എടുക്കാം. ലാസ്റ്റ് നമ്മൾ സലാഡും കൂടി സെറ്റ് ചെയ്യാം. നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ സലാഡും കൂടി ഉണ്ടെങ്കിലല്ലേ അതൊന്നും ഫിനിഷ് ആവുള്ളൂ. ഇതിലേക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.